ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു മിനി ബ്ലോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പുട്ടുപൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പത്തിരിപ്പൊടിയുടെ പൊടിയാണ് കേട്ടോ. പത്തിരി ഉണ്ടാക്കുന്ന പൊടി കൊണ്ടാണ് ഞാൻ പുട്ടുപൊടി ഉണ്ടാക്കിയത്. പക്ഷേ വിചാരിച്ച പോലെയല്ല, നല്ല രീതിയിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നൈസ് പൊടി കൊണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പുട്ടിനൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ അങ്ങനെ റെഡിയായി. ഇനി വേഗം ഞാൻ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ണികൾക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വേഗം തീയൊന്ന് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അരിയൊക്കെ ഇട്ട് പോയി വരുമ്പോഴേക്കും അവർക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുത്ത് വരുമ്പോഴേക്കും ചോറൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഞാൻ അപ്പുറത്തെ കുട്ടീനെ വിട്ടിട്ട് കുറച്ച് മുട്ടയും പിന്നെ കുറച്ച് നേന്ത്രപ്പഴം മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലും ഇവിടെ ക്യാമ്പിന് പോയ കാരണം കടയിലേക്ക് പോകാനൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ ആ കുട്ടീനെ പറഞ്ഞയച്ചതാണ്. അപ്പോൾ അങ്ങനെ പുട്ടും നേന്ത്രപ്പഴമാണ് കേട്ടോ. അല്ല, നേന്ത്രപ്പഴമല്ല, ചെറുപഴമാണ് കേട്ടോ ഒന്ന്. അപ്പോൾ പുട്ടും ചെറുപഴമാണ്, പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ കുട്ടികൾ കഴിക്കുകയുള്ളൂ, പഴം മാത്രമാകുമ്പോൾ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സുഡാപ്പിക്കും പാത്തോസിനും വാരി കൊടുക്കാനായിട്ട് പോവാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് പരിപ്പും തക്കാളിയും ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വേവിച്ചതിൽ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ നാളികേരത്തിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ടിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ. അങ്ങനെ പരിപ്പൊക്കെ വെന്തയിൽ ഞാൻ നാളികേരമൊക്കെ ഒന്ന് ഒഴിച്ചു, അതൊന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം ഞാനൊരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞങ്ങൾ പരിപ്പൊക്കെ കാച്ചുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കാച്ചുക, അതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ശേഷം ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പരിപ്പൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ പരിപ്പ് കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഉണക്ക മാന്തളാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് വറുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചെറിയ വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണാൻ. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം.